അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വിവരക്കേടും സലഫി വിരോധവും മാത്രം പ്രസംഗിച്ച് നടക്കുന്ന ഒരു മുസ്ലിയാരുണ്ട് കേരളത്തിൽ. പേര് പറയാതെ തന്നെ ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ഓരോരുത്തർക്കും ആ മുസ്ലിയാരുടെ പേരറിയാം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന മുസ്ലിയാർ. ഈ മുസ്ലിയാർ എന്ത് പ്രസംഗിച്ചാലും അത് വിവാദമാകാറുണ്ട്. കാരണം ആ രൂപത്തിലുള്ള മണ്ടത്തരങ്ങളാണ് ഇയാൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാണെങ്കിലും ഈ പേരോട് മുസ്ലിയാരുടെ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്, പുതിയ ഐറ്റം. അത് ഏറെ വിവാദമാകുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് പുള്ളി പ്രസംഗിച്ചത്? സുന്നി അല്ലാത്തവർക്ക് ഇവരുടെ കുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നാണ് മുസ്ലിയാർ പ്രസംഗിച്ചിട്ടുള്ളത്. സുന്നി എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിയാർ ഉദ്ദേശിക്കുന്നത് AP വിഭാഗം സമസ്തയായിരിക്കും ഇയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. മുമ്പ് ഈ പറയുന്ന ചുണ്ണികൾക്ക് സ്ത്രീധനം വാങ്ങാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്ത് ഓതി തെളിവുണ്ടാക്കി കൊടുത്ത വലിയ മഹാനാണ് ഈ പേരോട് മുസ്ലിയാർ എന്ന കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ അതൊരിക്കലും കേരള ജനത മറക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്ത് ഓതിയിട്ട് ഇതാ സ്ത്രീധനം വാങ്ങാൻ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ ഈ പറയുന്ന സുന്നികൾക്ക് അതല്ലെങ്കിൽ ചുന്നികൾക്ക് തെളിവുണ്ടാക്കി കൊടുത്ത മഹാനാണ്. ഏതാണെങ്കിലും ഇപ്പോൾ ഇയാൾ നടത്തിയ പ്രസ്താവന നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ ചിലപ്പോൾ കോടീശ്വരനായ ഒരു മനുഷ്യനാണ് മകൾക്ക് വിവാഹം അന്വേഷിച്ചു വരുന്നത്. പക്ഷേ അന്വേഷണത്തിൽ ആ കോടീശ്വരനായ മനുഷ്യൻ സുന്നിയല്ല. അപ്പോൾ കോടീശ്വരനായ ഒരു മനുഷ്യനാണ് വിവാഹം അന്വേഷിച്ച് വരുന്നത്. പക്ഷെ വരുന്ന ആളാരല്ല? ചുണ്ണിയല്ല. എങ്കിൽ എന്താണ് സംഭവിക്കുക? അങ്ങനെ വരുന്ന കോടീശ്വരനായ ചുണ്ണിയല്ലാത്ത ആൾക്ക് വിവാഹം ചെയ്തു കൊടുത്താൽ അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തവും മുസ്ലിയാർ പറയുന്നുണ്ട്. ആ രണ്ട് ദുരന്തങ്ങൾ മൂപ്പര് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. സുന്നിയല്ലാത്ത ഈ ഭർത്താവിനെ നമ്മൾ തിരഞ്ഞെടുത്താൽ അതേ നമ്മുടെ മകളുടെ ദീൻ നമ്മൾ നശിപ്പിച്ചു. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹു തന്ന മകളെ നമ്മൾ നരകത്തിന്റെ വഴിയിലേക്ക് ചേർത്തു. അവളെ കൊണ്ടുപോയി ഒരു സുന്നിയല്ലാത്തവന് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ, രണ്ട് പ്രശ്നങ്ങളാണ് പറയുന്നത്. ഒന്ന്, ദീന് നശിപ്പിച്ചു. രണ്ടാമത്തേത്, നരകത്തിൻ്റെ വഴിയിലേക്ക് ചേർത്തു. വലിയ ഗൗരവമുള്ള വിഷയം തന്നെയാണല്ലോ, വളരെ ഗൗരവമുള്ള. ഏതാണെങ്കിലും പേരോട് മുസ്ലിയാർ ഇത് പറഞ്ഞതോടുകൂടെ ഇനി ചില കാര്യങ്ങൾക്ക് നമ്മൾ തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ വിഷയം, ഇപ്പം അങ്ങനെ വിവാഹം ചെയ്തു കൊടുത്ത കുറേ ആളുകളുണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ, ഇല്ലയെന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അവരൊക്കെ ഇനി എന്താണ് ചെയ്യേണ്ടത് മുസ്ലിയാരെ? തൊലാക്ക് വാങ്ങണോ? അതിനുള്ള ഒരു പരിഹാരവും കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല, നിങ്ങളിൽപ്പെട്ട പല യുവാക്കളും സെൽഫികളിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് വിവാഹം ചെയ്തിട്ടുണ്ടല്ലോ, ഇല്ലയെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. അവരിനി എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ വിധി എന്താണ്? ഇനി മാത്രമല്ല, AP സമസ്തക്കാർക്ക് EK സമസ്തയിൽ നിന്ന് വിവാഹം ചെയ്യാൻ പറ്റുമോ? അതും നിങ്ങളൊന്ന് തീരുമാനമാക്കണം. കാരണം നിങ്ങളുടെ ഭാഷയിൽ അവർ യഥാർത്ഥ സുന്നി അല്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ അതാകെ പുലിവാല് പിടിച്ചതാണ്. മാത്രമല്ല, ഇനി ആരാണ് ഈ യഥാർത്ഥ സുന്നി? അതൊന്ന് തീരുമാനമാക്കി കൊടുക്കണം മുസ്ലിയാരെ. നിങ്ങളിത് പറഞ്ഞത് കൊണ്ട് കുറേ കാര്യങ്ങൾക്ക് തീരുമാനമാകും എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. ബോംബെയിലെ ജാലിയൻവാല ബാഗിൽ നിന്ന് ഒരു വലിയ മുടിക്കെട്ട് കൊണ്ടുവന്ന് ഇത് ഞങ്ങളുടെ പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മുടിവെള്ളം കുടിക്കുകയും അത് കുടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ സുന്നിയാണോ? നിങ്ങൾ പറയണം. ജാറപൂജകരായ ആളുകൾ സുന്നിയാണോ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണോ സുന്നികൾ? CM മടവൂരാണ് ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവർ സുന്നിയാണോ? വാനലോകത്തു കൂടെ പറന്നു പോകുന്ന വിമാനങ്ങളെപ്പോലും നിയന്ത്രിക്കുന്നത് CM മടവൂരാണ് എന്ന് വിശ്വസിക്കുന്നവർ സുന്നിയാണോ ചുണ്ണിയാണോ? ആരാണ് മുസ്ലിയാരെ? പറയണം നിങ്ങൾ, അല്ലേ? ആണിനെ പെണ്ണാക്കുകയും പെണ്ണിനെ ആണാക്കുകയും തിരിച്ചും മറിച്ചുമൊക്കെ ആക്കുന്ന കഴിവ് CM മടവൂരിനുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? അവരൊക്കെ യഥാർത്ഥത്തിൽ സുന്നിയാണോ ചുണ്ണിയാണോ? ആരാണ്? ഇവർക്കൊക്കെ വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ നമ്മൾ തീരുമാനമാക്കേണ്ട വിഷയമാണ്, അല്ലേ? ഓച്ചിറയിലെ ദാമോദരൻ എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾക്ക് വലിയ പട്ടം നൽകി അവസാനം അയാൾ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ഖബറ് അത് അവിടെ മക്ബറ ഉണ്ടാക്കുകയും എന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്തവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? അപ്പോൾ ഇതൊക്കെ സുന്നിയാണോ മുസ്ലിയാരെ? ഇതൊക്കെ ആദ്യം തീരുമാനിക്കേണ്ടതുണ്ട്. ഇനി മാത്രമല്ല, നിങ്ങളിപ്പോൾ പറയുന്നത് എന്താണ്? ഞങ്ങളാണ് യഥാർത്ഥ സുന്നികൾ, അതുകൊണ്ട്
ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് മാത്രമേ പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ, മറ്റതൊക്കെ നരകത്തിന്റെ വഴിയിലാണ്, അവരെ എന്താ ചെയ്യുന്നത്, നരകത്തിന്റെ വഴിയിലേക്കാണ് ചേർത്തത്. അപ്പൊ സ്വർഗത്തിൽ പോകുന്ന ഈ വിഭാഗം ആരാ? ഇയാളടങ്ങുന്ന AP വിഭാഗം സമസ്ത. അവരുടെ കഥ എന്താണ് എന്ന് നമുക്കൊന്നറിയണ്ടേ? അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നവും. കാരണം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹബന്ധം പാടുണ്ടോ അല്ലേ എന്നുള്ള കാര്യത്തിൽ ആദ്യം തീരുമാനം ഉണ്ടാക്കേണ്ടി വരും. കാരണം എന്താണെന്നറിയോ? നമുക്ക് ഓരോന്ന് ചില ഉദാഹരണങ്ങൾ, ഞങ്ങളാണ് സ്വർഗത്തിന്റെ വഴിയിലെന്ന് അവകാശപ്പെട്ട് ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന ഈ പേരോട് മുസ്ലിയാർ അടങ്ങുന്ന വിഭാഗം ഉണ്ടല്ലോ, അവരുടെ ഈമാനിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് തീരുമാനാക്കാം. ഏതാണെങ്കിലും പേരോട് പറയട്ടെ. ഞാൻ ഈ അടുത്തൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടു. അതിൽ പറയുന്നത് ശൈഖുന മടവൂരാണ് എല്ലാ പ്ലെയിനുകളും നിയന്ത്രിക്കുന്നത്. മടവൂരിന്റെ കണ്ണങ്ങാണ് ചിമ്മിപ്പോയാൽ പ്ലെയിനുകളൊക്കെ കൂട്ടിമുട്ടിപ്പോകും എന്നാണ് ഒരാൾ പറയുന്നത്. അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. ആരും അദ്ദേഹത്തിനോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ പറയാൻ പാടുമില്ല. കാരണം അത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ചിന്തിക്കും, മഹാനായ CM വലിയുള്ളാഹി ജനിക്കുന്നതിന് മുമ്പും ഇവിടെ പ്ലെയിന് പറക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ ആ പ്ലെയിന് ആരാണ് നിയന്ത്രിച്ചത് എന്നൊരു ചോദ്യം ഒരു യുക്തിവാദിയോ പുത്തൻവാദിയോ ചോദിച്ചാൽ സുന്നത്ത് ജമാഅത്തുകാരനായ ആളുടെ വിശ്വാസത്തിനാണ് കേടുവരിക. അദ്ദേഹം അത്തരത്തിൽ പറയാൻ പാടില്ലായിരുന്നു. അപ്പൊ ആരാത് പറഞ്ഞത്? ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള പകരഹ്സനിയാ പറഞ്ഞത് അല്ലേ? ഇനി പകരഹ്സനി പറയുന്നതെന്ന് കേട്ടു നോക്ക്. ഹലറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാൻ ഒന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത, ഷെയ്ഖിനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയന്റെ ഒരു മഹാന്റെ ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ്. എങ്ങനെയുണ്ട്? അപ്പൊ ഇനി തീരുമാനാക്കണം, ആരാണ് ഇവിടെ പഴച്ചത്, ആരുടെ ഈമാനാണ് ശരിയായ ഈമാൻ, ആർക്കാണ് ഇവിടെ പിഴവ് സംഭവിച്ചത്, ആരാണ് കുഫറില്, ആരാണ് സ്വർഗത്തിന്റെ വഴിയിൽ, ആരാണ് നരകത്തിന്റെ വഴിയിൽ, തീരുമാനാകേണ്ടതില്ലേ? അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള കഥയാണിത്, എന്നിട്ടല്ലേ ബാക്കിയുള്ള വിഷയം. അപ്പൊ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ആദ്യം തീരുമാനിക്കണം. മനസ്സിലായ മുസ്ലിയാരെ? നിങ്ങളുടെ ഈമാൻ ഇപ്പൊ പോയി കിടക്കുന്ന അവസ്ഥ എന്താണ് എന്നുള്ളത് ഒരുപാട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണം കൂടി സാമ്പിളും കൂടെ നമുക്ക് കേൾക്കാം. കേട്ടോളി. സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിര് കവിയാൻ പാടില്ല. ഏത് അത്ഭുതം കണ്ടാലും അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല. അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല. കണ്ടോ എന്താ മുസ്ലിയാർ പറഞ്ഞത്? എന്ത് അത്ഭുതം കണ്ടാലും പടച്ചവനാണ് എന്നോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പോലും പറയാൻ പാടില്ല എന്നാണ് പേരോട് പറഞ്ഞത്. ഇനി ഇത് ആരാ പറയുന്നത്? പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് ആരാ പറയുന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ സുന്നിയല്ലാത്തവർക്ക് പാടില്ല എന്ന് പറഞ്ഞില്ലേ, ആ ചുണ്ണികളിൽപ്പെട്ട UK മജീദ് മുസ്ലിയാർ പറയുന്നത് നമുക്ക് ആദ്യം കേൾക്കാം. മഹാനായ പരിപ്പാട് മക്കാമ് CM വലിയുള്ള വെളിവാക്കിയതാ. ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് വെളിവാക്കിയതാ. ഇവിടെ ആരാ കബറിൽ കിടക്കുന്ന ആളെ പേര് ബലൂചിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത്. ഇവരെ പേര് അബ്ദുല്ലാഹിൽ ഖൈർ എന്നാണ്. ഇവരെ പേര് സൈനബ ഉമ്മ എന്നാണ്. ഈ സൈനബ ഉമ്മയും ഈ അബ്ദുല്ലാഹിൽ ഖൈറും തമ്മിലുള്ള ബന്ധം എന്താ? ഇത് ഭർത്താവാണ്, ഇത് ഭാര്യയാണ്. 500 കൊല്ലം മുമ്പാണ് ഇവരിവിടെ വന്ന് വിവാഹത്തെടുക്കാൻ കൂടിയത്. ബഹുമാനപ്പെട്ട CM വലിയ പറഞ്ഞതാ. അത് ഇന്നും മൗലിദിലൊക്കെ നിങ്ങൾ വായിക്കാറില്ലേ? ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലെ, അത്രയും വലിയ പവർ ഉണ്ട് എന്നാ പറയുന്നത്. പടച്ചവനാണെന്ന് തന്നെ തോന്നിപ്പോകുന്നാ പറയുന്നത്. ആരാ ഇത് പറയുന്നത്? അപ്പൊ ഇവരുടെ ഈമാന്റെ അവസ്ഥ എന്താ? ഇവരുടെ ദീന് നശിച്ചിട്ടുണ്ടോ? ഇവരിപ്പോൾ സ്വർഗത്തിന്റെ വഴിയിലാണോ നരകത്തിന്റെ വഴിയിലാണോ ഈമാനിലാണോ കുഫറിലാണോ? അപ്പോൾ ഇത്തരം വിഭാഗങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ട്. ഇതിൽ ആരുടെ ഈമാനാണ് നല്ലത്, ആരാണ് രക്ഷപ്പെട്ടത്? അപ്പൊ നിങ്ങൾക്ക് ഇവർക്കൊക്കെ വിവാഹബന്ധം ചെയ്യാൻ പാടുണ്ടോ? എത്ര സാമ്പിള് വേണം പേരോടെ? എത്ര വേണ്ടത്? ഇതാ കേട്ടോ, നിങ്ങൾ തന്നെ പറയുന്നത് കേട്ടോ. തന്നെയാണ് തരുന്നത് എന്ന് കുറച്ച് വിശ്വസിച്ചിട്ട് ഒരാള് ആ വലിയാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ അയാൾ കഫറാന്നൊന്നും പറയാൻ പാടില്ല, അയാൾ മുശ്രിക്കാന്നൊന്നും പറയാൻ പാടില്ല. അതേ സമയത്ത് ഏറ്റവും നല്ലത് അതേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഖേന അല്ലാഹു എനിക്ക് തന്നു, ബദരീകൾ മുഖേന അല്ലാഹു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന എനിക്ക് തന്നു. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകം. അപ്പോ
ബദരീങ്ങൾ മുഖേന തന്നു, അള്ളാഹുവിൻ്റെ റസൂല് മുഖേന തന്നു എന്ന് പറയലാണ് ഏറ്റവും നല്ല വാചകം എന്നാണ്. എന്നാൽ ഈ വാദം ഉന്നയിക്കുന്ന ആൾ ആരാണ് എന്നാണ് പറയുന്നത്. പകര പറയട്ടെ കേട്ടോ, പകര കേട്ടോ. അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് മൊയ്തീൻ ശൈഖ് സഹായിക്കുമെന്ന ചിന്തയിലായിരിക്കണം നമ്മൾ വിളിക്കേണ്ടത്. ഇത്ര വലിയ തെണ്ടി ദുനിയാവിലാരും. അപ്പൊ അള്ളാഹിന്റെ കഴിവ് കൊണ്ട് മുഹിയുദ്ദീൻ ഷെയ്ഖ് തന്നു എന്ന് പറയലാണ് എന്ന് പറയുന്നവൻ അവനേക്കാൾ വലിയ തെണ്ടി ദുനിയാവിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഇനി മാത്രമല്ല, കേട്ടോളി, തുടർന്ന് കേട്ടോളി. കാരണം അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടല്ലാതെ എന്തെങ്കിലും ചെയ്യാം. മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്നിടത്ത് മാത്രമാണോ അതുള്ളത്? ഒരു ചായ ഒരാളോട് വായിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ വാങ്ങണ്ടേ? ഒരു പീടിയെന്ന് ഒരാളോട് അങ്ങോട്ട് ഒരു ചായ ഉണ്ടാ, അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് ഇനി ഒരു ചായ കൊണ്ടാ എന്ന് പറയേണ്ടി വരൂലേ? കുത്തുബിയത്തിൽ മാത്രമാണോ? അപ്പൊ ഇപ്പൊ പച്ച വഹാബിയാണവൻ. കണ്ടോ, ഇവൻ പച്ച വഹാബിയാണെന്നാ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഹാബിയാക്കി കളിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ആരാണ് ഇപ്പൊ ശരിയായ ഈമാനിൽ, ആരാണ് ശരിയായ അല്ലെങ്കിൽ കുഫറിൽ എത്തിപ്പെട്ടിട്ടുള്ളത്? ശരിയായ സ്വർഗത്തിന്റെ വഴിയിൽ ആരാ? ഇനി മാത്രമല്ല, ഇനി പേരോടെ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളാണ് സ്വർഗത്തിന്റെ ആളുകൾ, ഞങ്ങൾ മാത്രമാണ് സ്വർഗത്തിന്റെ ആളുകൾ എന്നാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. എന്നാൽ ഈ കെ സമസ്ത പറയുന്നത് എന്താ? ഞങ്ങളാണ് ശരിയായ മാർഗത്തിൽ എന്നാണ്. അപ്പൊ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അല്ലെ, നിങ്ങളെ ഭാഷയിൽ അവരാരാണ്? അവർ സുന്നികളല്ല, ചുണ്ണികളല്ല. പേരോടിന്റെ ഭാഷയിൽ ഏതാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് കേട്ടു നോക്ക്. മഹാനുഭവത്തായ ഇഷ്ടപ്പെട്ട സംഘടന കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമുള്ളൂ. വേറെ ഒരു സംഘടനയില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒറ്റൊരു പാർട്ടി മാത്രം വിജയത്തിന്റെ അവകാശികൾ. അത് ആശയത്തിൽ മാത്രം നമ്മളോട് യോജിച്ചാൽ മാത്രം പോരാ, അതിന്റെ പ്രവർത്തന രീതിയിലും യോജിക്കണം. ആശയം സുന്നി ആശയം എന്ന് പറഞ്ഞു നടന്നുകൊണ്ട് കാര്യമില്ല. കുല്ലുഹും ഫിന്നാർ, എല്ലാം നരകത്തിലാണ്. രക്ഷപ്പെട്ടത് അള്ളാഹ് തൃപ്തിപ്പെട്ട ഒരേ ഒരു പാർട്ടി അത് ഇ കെ വിഭാഗ സമസ്തയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നു നിങ്ങളെ ഈ ചുണ്ണികൾക്കല്ലാതെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല, നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് തീരുമാനമാകേണ്ടതുണ്ട്. ഞാൻ ഈ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ തീരുമാനം പറയണം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ വിവാഹബന്ധം ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തിൽ തന്നെ ഇപ്പോൾ സംശയമായി. കാരണം നിങ്ങളുടെ ഈമാൻ തന്നെ പല വിഷയത്തിലും പല തട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ജാതി വിവാദങ്ങളുമായിട്ടാണ് പേരോട് എപ്പോഴും വരാറുള്ളത്. വിവാദങ്ങളുമായി പ്രസ്താവനകളുമായി വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഏതാണ് നിങ്ങളുടെ അണികൾ തന്നെ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്. അപ്പോൾ ഈ ഈമാനും കുഫറൊക്കെ ഒന്ന് വേർതിരിച്ച് കൊടുത്തിട്ട് മറ്റുള്ളവരുടെ മണ്ടക്ക് കയറിയ പോരെയെന്നാണ് എനിക്ക് പേരോടിനോട് വളരെ മിനിമം ഭാഷയിൽ ചോദിക്കാനുള്ളത്.